ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. കത്തുക്കില്ല സ്വാഗതം. 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 ചൊല്ല്. സ്വാഗതം. ശരി കുറച്ചു നേരം മറക്കൂ. ഇന്ന് ഭയങ്കര ക്ഷീണാണ് നോമ്പിന്. എന്താണ് കാരണം ചോദിച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് പുറത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നോമ്പിന് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് വെയിൽ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പുറത്തൊക്കെ ഇറങ്ങിയതും ആൾക്ക് പണി, നമുക്ക് പണി കിട്ടുന്നില്ല. എപ്പോഴാ സമയം വേഗം ബാങ്ക് കൊടുക്കാനാവും വേണ്ടിട്ട് അത്രയും നമുക്ക് വെയ്യാണ്ടായിരിക്കും. കാരണം ഇവിടെ ഭയങ്കര വെയിലാണ്, മഴയും കൂടെ അല്ല. നാട്ടിലൊക്കെ കുറേ സ്ഥലത്ത് മഴ ഉണ്ട് പറയുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമാണ്. നമുക്കൊരു മഴ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. മഴ പെയ്താലോ വെള്ളപ്പൊക്കം ആവുന്നവർക്ക് മഴയും പെയ്യും. അപ്പോൾ നമ്മുടെ നോമ്പ് അങ്ങനെ 16 നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പം എല്ലാവരും അടുക്കള പണിയിൽ ഭയങ്കര ബിസി ആയിരിക്കും. ഞാനും അടുക്കള പണിയിൽ ഭയങ്കര ബിസിയാണ്. ഇപ്പം ഉണ്ടാക്കി വെച്ചാലാണ് രാത്രി തിന്നാനാകുമ്പോഴത്തേനും എല്ലാവരും ആവുള്ളൂ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമല്ലാണ്ട് ഇന്ന് നോമ്പ് ഇറക്കണമെങ്കിൽ വേറൊരു സ്പെഷ്യൽ ഉണ്ട് വരുന്നത്. എല്ലാവരുടെ വീട്ടിലും എന്തായിരിക്കും, ജ്യൂസുകൾ അധികം ഇതായിരിക്കും. നമ്മുടെ വീട്ടിൽ ജ്യൂസിന് പകരം വേറൊരു സാധനമാണ്. ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ ഉണ്ടാവും. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും വെന്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നാളെ എല്ലാവർക്കും ബദരീങ്ങളുടെ നീർച്ച ഉണ്ടാവും എന്നറിയാം. നാളെ മാസം 17 ഇവിടെ ഉണ്ടോന്നു ബദരീങ്ങളാണ്ട് നടങ്ക എങ്ക ബദരീങ്ങളുടെ ആണ്ട് സന ബദരീങ്ങളോട് നീർച്ച അന്നക്കില്ലേ സ്പെഷ്യലാണ് തേങ്ങാച്ചോറും. നമ്മൾ അന്നേക്ക് നമ്മളില്ലേ ഊർക്ക് പോകുമ്പോൾ എങ്കമ്മ പള്ളിച്ചോറും പള്ളിക്കറിയും ഉണ്ടെന്ന് വാങ്ങുന്ന ഓർമ്മയുണ്ട്. പൊറോട്ടയ്ക്ക് അന്റെ കറിയും ഒരു വ്യത്യാസമാണ്. സാപ്പാട് ചോറും ഉണ്ടാവും. അത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നോമ്പ് നോറ്റിട്ട് 3 മണിക്കെല്ലാം ഉണ്ടാക്കുന്ന ഇടത്തിലൊക്കെ പോയി നിൽക്കും. പക്ഷെ അത് ഫ്രീ ഒന്നല്ല, നമുക്ക് പൈസ കൊടുക്കണം. നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിൽ നിന്ന് ഇത്രയുന്നുണ്ട്. 300 മുതൽ പണ്ടൊക്കെ 300, 200 ആയിരുന്നു. ഇപ്പം 500 കഴിക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര മിസ്സിങ് ആണ്. ആ ഒരു കാലം ബദരീങ്ങളുടെ നീച്ചൊക്കെ പോയി നോമ്പെടുത്ത് വൈകുന്നേരം 4 മണി 4:30 ആവും വാങ്ങാൻ. ആ ഒരു കാലം എന്തായാലും പോയ കാലം തന്നെയാണ്. അതെന്തായാലും ഇനി കിട്ടില്ല. അപ്പോൾ ആരൊക്കെ പണ്ടത്തെ ആ തേങ്ങാച്ചോറും പള്ളിക്കറി ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും. എനിക്കെന്തായാലും കിട്ടില്ല, കിട്ടാൻ വഴിയുമില്ല. കിട്ടണമെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ പോകണം. ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടോ ഇല്ല. ഇവിടെ എല്ലാം സാപ്പാട് കൊടുക്കണോടാ. അത് ദിവസമുള്ള ചോറ് തന്നെ. അതല്ല അന്നേക്ക് ഏതായത് കൊടുക്കണം. അപ്പൊ എന്തായാലും പെൽച്ചൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. ഇന്ന് നമുക്ക് നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കനായിരുന്നു ഇന്ന് പെൽച്ചൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളത് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലുണ്ട്. വൈകുന്നേരത്തേക്ക് ആവുമല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും പെൽച്ചക്ക് മാത്രമേ ചോറ് കഴിക്കുള്ളൂ. ബാക്കി ഈ വരികൾക്ക് നമുക്ക് ചോറ് വേണ്ട. നമ്മൾ 2 ചപ്പാത്തിയോ ഒരു ചപ്പാത്തി തന്നെ മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അധികം ഇറച്ചി മീൻ എന്തായാലും മീൻ ഇറച്ചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ അതിന് സൈഡ് ഡിഷായിട്ടുള്ള സാമ്പാർ, ഇതേമാതിരി ഉപ്പേരി, മുട്ട പൊരിച്ചത്, അങ്ങനത്തെ ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ നോമ്പറക്കുമ്പോൾ സ്പെഷ്യൽ. അല്ലാണ്ട് എണ്ണക്കടികളോ എണ്ണയിലിട്ട പൊരിച്ച സംഭവങ്ങളോ അതൊന്നും ഉണ്ടാവില്ല. ജ്യൂസ് ഏതായാലും ഒന്നും ഉണ്ടാവും. തണ്ണിമത്തൻ ജ്യൂസോ സാത്തുക്കുടി ജ്യൂസ്, എന്തെങ്കിലും ഒരു ജ്യൂസിന് ഈ നോമ്പറക്കുമ്പോൾ അല്ലേ ഒരു ജ്യൂസ്, അതുപോലെ ഒരു തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ നല്ല തണുത്ത വെള്ളം. ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ വയറിറക്കണം. സനാ എന്താ നോക്കണേ, എന്താ കഥ പറയുന്നത് നോക്കല്. അപ്പൊ ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ ഇന്ന് സാമ്പാർ, വെറും പരിപ്പ് കറി ഇട്ട തമിഴ്നാട് സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഉപ്പേരി എന്താ വെച്ചാൽ ക്യാരറ്റും ക്യാപ്സിക്കം അരിസ് ബ്രക്കോളി. അതാണ് ബ്രക്കോളി. ഇതാണ് പ്രോട്ടീനൂടെ കലവറ. ഇത് ഒരു ബ്രക്കോളി തിന്നാണ്ടല്ലോ 10 ദിവസം കലോളി തിന്നാൻ മതിയാണ്. അത്രയും ഇത് വെയിറ്റ് ലോസിന് ഉള്ള ബ്രക്കോളി. ഇത് കണ്ണിനുള്ള ക്യാരറ്റ്. ഇതെന്തിനാ പല്ലിക്ക. ഇതും നമ്മുടെ വെയിറ്റ് ലോസിനുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹെൽത്ത് നോക്കാനുള്ള കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടത് കാരണം കൊണ്ട് ഇങ്ങനത്തെ പരിപാടിയിലാണ് ഇപ്പോൾ
ഞാൻ ആ സ്പെഷ്യൽ സാധനം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വിസിൽ വരും കാണിച്ചാൽ വിസിലിന്റെ സൗണ്ട് കേൾക്കാല്ല, ചീന്ന് പറയുന്നുണ്ട്. ഞാനൊരു സ്പെഷ്യൽ ഉണ്ട് പറഞ്ഞില്ല നോമ്പ് തുറക്കുമ്പോൾ. എന്താ സ്പെഷ്യൽ എന്നറിയോ? ഇന്നാണ് നമുക്ക് ഡ്രിങ്ക് ഏതാന്ന് വെച്ചാൽ ഇന്ന് മുരിങ്ങയില സൂപ്പാണ് നമുക്ക് ഡ്രിങ്ക്, ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുക. അപ്പം ഞാനിത് 4 ചെറിയുള്ളിയും കുറച്ച് മുരിങ്ങയും അതിൻ്റെ 2 തക്കാളി ഒക്കെ ഇട്ടിട്ട് വിസിലടിച്ച് വെച്ചതാണ് വേകാൻ വേണ്ടിയിട്ട്. ഇതിന് അരിച്ചിട്ടില്ല. ഇവിടെ വെള്ളമുണ്ട്, ഈ വെള്ളത്തിന് ഇതിൽ മിക്സ് ആക്കണം. ഓക്കെ, കോഴി ഉണ്ടല്ലേ, ഈ കോലും വേണമെന്നാ പറഞ്ഞത്. അപ്പം ഈ കോലും ഇട്ടിട്ടുണ്ട്. മുരിങ്ങയുടെ മരത്തിട്ട് എല്ലാതും ഗുണമുള്ള സാധനം അത്ര. അപ്പം എന്തായാലും ഗുണമായിക്കോട്ടെ. ഓക്കെ, ഇതിൻ്റെ വെള്ളം നമ്മൾ എടുത്തിട്ട് ബാക്കിനെ ഈ മിക്സിയിലിടുക, ജാറിൽ. ഇതിൻ്റെ ഇല വേണമല്ലോ, മിക്സിയിലിടുക. ഇതിൽ മുരിങ്ങയുടെ പൂവൊക്കെ ഉണ്ട്. പിന്നെ സൂപ്പിനുള്ളത് എന്താണെന്നറിയോ? ഒരു തുണ്ട് ഇഞ്ചി, കുറച്ച് മല്ലി, ഒരു 4-5 വെളുത്തുള്ളി, ജീരകം, കുരുമുളക്. ഓൾറെഡി ഒരു തക്കാളിയൊക്കെ ഇട്ടിക്കണു. എന്നാലും നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിക്കാം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാം. വ്യത്യാസം നോക്കാം. ഒരു കളിക്കാൻ മാത്രം പോരാ, ഇതിനൊന്ന് തിളപ്പിക്കും വേണം. കുറച്ച് മഞ്ഞപ്പൊടി എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചാൽ മുരിങ്ങ ഇന്നത്തെ ഡ്രിങ്ക് റെഡി, മുരിങ്ങയില റെഡി, സൂപ്പ്. ഓൾറെഡി ഇത്ര നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിക്കും. ഇനി നമ്മൾ ആ കുടിക്കാൻ നേരത്ത് എരി തികഞ്ഞിട്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ടാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. സൂപ്പ് റെഡി. ഇനി അതൊന്ന് തിളച്ചാൽ ഓക്കെ. അടുത്തത് നമുക്ക് ഷവായ ജ്യൂസ് ഉണ്ടാക്കണം. അതായത് നമ്മുടെ നാട്ടിൽ ഇതിന് ഷവായ എന്ന് പറയും, ഇവിടെ മുളാമ്പളം എന്ന് പറയും. ഓരോ നാട്ടിൽ ഓരോരോ പേരുണ്ടാവും. ഇത് ഷവായാണ്, ഇപ്പോഴത്തെ ഷവായ. ആദ്യം കുറച്ചില്ലേ വെള്ളം പൊട്ടടിക്കാം, എന്നിട്ട് ബാക്കി പാല് പറഞ്ഞിട്ടടിക്കാം. കുറച്ച് പാല് വരാം. ആര് നിയാസ? ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ്. ഇനി നമ്മുടെ മുസമ്പി ജ്യൂസ് അടിക്കണം. അതുപോലെ നമ്മുടെ മുരിങ്ങയില സൂപ്പ് റെഡിയായി. പിന്നെ നമ്മുടെ മുളാമ്പളം ജ്യൂസ് റെഡിയായി, സാമ്പാർ റെഡിയായി, ബ്രൊക്കോളി ഉപ്പേരി റെഡിയായി. ഇനി നോമ്പ് ഇറക്കേണ്ട ടൈമേ ഉള്ളൂ. പാത്രം കഴുകുന്ന തൊട്ടി ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് വേണം പാത്രം കഴുകാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യല് ഇതൊക്കെയാണ്. നാളത്തെ നോമ്പിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ വെച്ചാൽ നാളെ എല്ലാവരുടെ വീട്ടിലും 17-ാം ബദരീങ്ങളുടെ ഇതിന് എന്തായാലും മാസം 17 എന്തായാലും തേങ്ങാച്ചോറും ഇറച്ചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നോമ്പ് കൂടെ വേറൊരാൾ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒന്നുമില്ല, പൈക്കോ ഇവിടെ ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും നോമ്പാണ്. പൈക്കോ രാത്രി വാ. പാൽ കുടിച്ചിരുച്ചേ? പാലിതാ കൊടുത്തല്ലേ, ഇനി എന്താ കുടിച്ചിട്ടാ അപ്പുറം ഓട് എല്ലായിടത്തും വന്നിരിക്കും. ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആണ് നമ്മുടെ നാട്ടിലത്തെ തേങ്ങാച്ചോറും ഇറച്ചിക്കും. എല്ലാവർക്കും ഗൾഫിലുള്ളവർക്ക് മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ തിന്ന് പരിചയമുള്ളവർക്ക് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഗൈസ്, നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.